ഹലോ, മഴയൊന്നുമില്ലെങ്കിലും കർക്കിടകത്തിൽ നാം ചെയ്യേണ്ടത് എന്തായാലും ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കാട്ടു തുളസി എന്ന് പറയുന്ന വന തുളസി. അത് നല്ല രാമതുളസീൻ്റെ മണമാണ്. അപ്പോൾ ഇത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടി തിളപ്പിക്കുന്നതാണ്. നമ്മുടെ വെള്ളില അതിൻ്റെ തളിര് പൊട്ടിച്ചു കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞാൽ നല്ല അസൽ താളിയാകും. അപ്പോൾ കൂട്ടത്തിൽ ഈ കാട്ടു തുളസിയും ഇട്ടാൽ അതിൻ്റെ ഗുണവും മണവും ഏതായാലും തലയിൽ ഒക്കെ എന്തെങ്കിലും ചൊറിച്ചലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും. തുളസിയല്ലേ എന്തായാലും. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്ത് അതിലേക്ക് ഈ രണ്ടും കൂടി, അതായത് നമ്മുടെ വെള്ളിലയും ഈ കാട്ടു തുളസി ഇടണമെന്ന് ഒന്നുമില്ല കേട്ടോ. ഇത് പറിക്കുന്നതിനടുത്ത് തന്നെ ആ തുളസിയും കണ്ടുകൊണ്ട് ഞാനത് പൊട്ടിച്ചെടുത്തു. നല്ല മണം ഏതായാലും ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ തുളസിയും ഇടാം, അതും നല്ലതാണ്. തലയിൽ എന്തെങ്കിലും താരനോ പെയിൻ ശല്യമോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. അങ്ങനെ അത് നന്നായി ചൂടായ വെള്ളത്തിൽ കുതിർത്ത് മൂടി വെച്ച് നന്നായി തണുത്താൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല അസല് താളിയായി വരും. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യത്തത് മറന്നുപോയി പിഴിഞ്ഞിട്ടെടുക്കാൻ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം നല്ല കൊഴുപ്പുണ്ടാവും. 2 പ്രാവശ്യം കണ്ടോ, അതൊക്കെ ഇങ്ങനെ അടിഞ്ഞ് നല്ല പശയായി വരും. അപ്പോൾ അത് എന്തായാലും ഒന്നുകൂടി പിഴിഞ്ഞിട്ട്, നമുക്ക് മുടി ഉള്ളവരാണെങ്കിൽ, നീളമുള്ളവരാണെങ്കിൽ അത് കുറച്ച് വെള്ളം എന്തായാലും വേണ്ടി വരില്ല. അപ്പോൾ ഒന്നുകൂടി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ പശയൊക്കെ എടുത്ത് അരിച്ച്, ഞാനൊരു സാധാരണ വലിയ സ്റ്റീലിൻ്റെ മഗ് ഉണ്ടല്ലോ, അതിന് കണക്കാക്കിയിട്ടാണ് എപ്പോഴും ഇത് എടുക്കുക. അതിനായിട്ടൊരു വേറെ തന്നെ ഒരു മഗ്, സ്റ്റീലിൻ്റെ മഗ് വെച്ചിട്ടുണ്ട് ഈ താളി കൊണ്ടുപോകാനായിട്ട്. ഇതാണത്. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ളതും കൂടി അരിച്ചൊഴിച്ച് കൊണ്ട് നല്ല കൊഴുത്ത മണമൊന്നും ഉണ്ടാകില്ല. ഇന്നിപ്പോൾ തുളസി ചേർത്തുകൊണ്ട് നല്ല മണമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കർക്കിടകത്തിൽ പലതരം ഇലകളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് കുളിച്ചാൽ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടും, വേദനകളൊക്കെ അകലും. ഇത് കരിനുച്ചിൽ എന്ന് പറയുന്നതിൻ്റെ ചെടിയുടെ ഇലയാണ്. ഇതേപോലെ തളിരടക്കം പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നത്. അത് ശരീരവേദനക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നു, കരിനുച്ചിലിൻ്റെ ഇല. അപ്പോൾ അത് വലിയ ചെമ്പിലൊന്നും തിളപ്പിക്കുന്നില്ല, ചെറിയ ചെമ്പിൽ തിളപ്പിച്ച് മറ്റുള്ള ചൂടുവെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുളിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ചെപ്പും എടുക്കാം, വേപ്പെടുക്കാം, മാവില എടുക്കാം. അപ്പോൾ ഇന്ന് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, നല്ല ചായ വെള്ളം പോലെ. കരിനുച്ചിലിൻ്റെ പൂവ് ഒരു വയലറ്റ് കളറാണ്, നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. അതിൻ്റെ ഇലയാണ് ഇന്ന് എടുക്കുന്നത്. ഈ കർക്കിടകത്തിൽ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഇത്തരമൊക്കെ ചെയ്തു നോക്കൂ.